ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ടു ഓൾ. ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു കിടിലൻ കുഞ്ഞുടുപ്പാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. ഇതാദ്യം നമ്മളൊരു പേപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുന്നത്തെ പീസാണ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഒരു 3-4 പ്രായമുള്ള ഒരു കുട്ടിക്കുള്ള ഒരു ഉടുപ്പാണ് ഞാനിവിടെ തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുന്നിലെ പീസ് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കണതെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഒരു പ്രത്യേകത കട്ടിങ്ങാണ്, എന്നാലും നല്ല സിമ്പിളുമാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ടു നോക്കട്ടോ. അപ്പോൾ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് 2.5 ഇഞ്ചാണ്. ആ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ സൈഡിൽ നിന്നും അപ്പുറത്തെ സൈഡിലേക്ക് താഴ്ഭാഗത്തേക്ക് ഷേപ്പ് ചെയ്ത് ചെരിച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ താഴ്ഭാഗത്തെ അളവ് എത്രയെന്ന് വെച്ചാൽ ഞാനൊരു സുമാർ അങ്ങനെ വരച്ച് കൊടുത്തിക്കുകയാണ്. അത് ഒരു 2.5-3 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പേപ്പറിൽ നമ്മളൊരു തുണിയിൽ വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് തിരിച്ചും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിരിച്ചും മറിച്ചും വെച്ചിട്ട് വരച്ചെടുക്കുക അതിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തുണി എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിളാണ് കേട്ടോ. ഒരൊറ്റ പീസല്ല 2 പീസാണ്. അതിൻ്റെ വീഡിയോ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് കട്ടാക്കി എടുത്തപ്പോൾ കട്ടായി പോയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നീളം നമ്മൾ 11.5 എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 11.5 ഇഞ്ചിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 11 വരും. അങ്ങനെ ഡബിളാക്കിയിട്ട് എടുക്കുക. തുണി എടുക്കുമ്പം 11.5 എത്ര ആവും? 22-23. ആ വീതി നമ്മൾ ജസ്റ്റ് അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിലേക്ക് 2 ഇഞ്ച് കൂട്ടിയിട്ട് ആണ് വീതി എടുത്തിട്ടുള്ളത്. ആ ഒരു വീതി തുണിയിലും എടുക്കുക കേട്ടോ. അങ്ങനെ തുണി ഇടുക, നിവർത്തിയിടുക. അപ്പം ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കട്ടിങ് എന്നിട്ട് ഇതുപോലെ മടക്കി ഇടുമ്പോൾ ഇതുപോലെയാണ് മുൻ പീസ് വരിക. അതിൻ്റെ നക്ക് നക്കായിട്ടാണ് വരിക. അപ്പം ആ കാണിച്ച സ്ഥലങ്ങളൊക്കെ ആ മോളിൻ്റെ ഭാഗവും ആ ചെരിച്ച് കട്ട് ചെയ്ത് അവിടെയൊക്കെ അടിച്ചിട്ട് നേരെയുള്ള ഭാഗത്ത് അടിക്കരുത്. അവിടെ നമുക്ക് മറച്ചെടുക്കാനാണ് അടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബാക്കത്തെ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം മുന്നത്തെ പീസ് വെച്ചിട്ടാണ് ബാക്കത്തെ പീസ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതും നമുക്ക് 2 പീസ് വേണം. അതിനും അതുപോലെ അടിച്ച് മറിക്കാനുള്ളതാണ് കേട്ടോ. മുന്നത്തെ പീസും 2 പീസാണ് അടിച്ചിട്ട് മറിച്ചെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനി നെക്കിന് വേറെ ക്രോസ് പീസ് വെച്ച് അടിക്കേ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒരു 1.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ബാക്ക് പീസ് ഒരൊറ്റ പീസാണ്, ഒരു തുണി എടുത്തിട്ടാണ്. നമ്മൾ മുന്നിലെ പീസ് 2 തുണി 2 ഡബിളാക്കി എടുത്തിട്ടാണല്ലോ അടിച്ച് മറിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ബാക്കിലെ പീസ് ഒരൊറ്റ തുണിയെ ഞാൻ എടുത്ത് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ, മുൻ പീസ് വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു തുണിയും കൂടി ആവശ്യമുണ്ട്. ആ തുണിയാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് നമുക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കണം. അതിനെ ഞാൻ അതിനെ വെച്ച് കട്ട് ചെയ്തിട്ടില്ല, തയ്ച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്നുള്ള ആ ഒരു രീതിക്കാണ് ചെയ്യണത് കേട്ടോ. അപ്പം അതമ്മ വെച്ച് പിൻ ചെയ്തെടുത്തു. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ഒത്തിരി ഒരു എളുപ്പം ഉണ്ടാവും. മറ്റേതിലേക്ക് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, അത് നിങ്ങളെ ഇഷ്ടം പോലെ. ഈ തുണി ഒരു മിനുസമുള്ളൊരു തുണിയാണ് കേട്ടോ. ഇതിവിടെ ഒരു ഉമ്മമ്മൻ്റെ തുണിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടപ്പം ഞാൻ എടുത്തിട്ടൊരു ഉടുപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്ക് പീസ് അടിച്ച് നമ്മൾ മറിച്ചെടുത്തു. പിന്നെ ഇനി മുൻ പീസാണ് അടിച്ച് മറിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യാം.
അപ്പോൾ ഇത് നമ്മൾ അടിഭാഗത്തേക്കുള്ള തുണിയാണ് കേട്ടോ എടുക്കുന്നത്. അത് അതിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് കുട്ടിക്കാണോ എടുക്കുന്നത് ആ കുട്ടീൻ്റെ മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ ഒരു മുട്ടിൻ്റെ കീഴ്പട്ട് ഒരു ചെറിയ മക്കൾക്കുള്ള ആ ഒരു അളവുണ്ടല്ലോ, ആ ഒരു അളവിൽ എത്രയാണോ എടുത്തിട്ട് അതിന് 11.5 ഇഞ്ച് മുകൾ ഭാഗത്തെ ആ തുണിയുടെ അളവ് 11.5, ആ 11.5 ഇഞ്ച് കുറച്ചിട്ട് ബാക്കിയുള്ള അളവ് എത്രയാണോ അത്രയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വീതി എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ മുകൾ പീസിലെ അര ഭാഗത്തെ വീതി എത്രയാണോ അതിൻ്റെ ഡബിളും അത്രയും അപ്പം 2 ഇരട്ടി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ നെറിവിട്ട് അടിക്കുക. ഞാനിവിടെ ബോക്സ് പോലത്തെ നെറിവാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിതിലൊരു പേപ്പർ വെച്ച് അടിക്കണത് നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ മെഷീൻ സാധാരണ മെഷീനാണ്. ഇതിന്മേൽ എന്താ പറയുക, ഈ ക്ലോത്ത് പോകണില്ല. അതൊരു നല്ല മിക്സുള്ളൊരു ക്ലോത്താണ്. ബനിയൻ്റെ ക്ലോത്ത് പോവില്ലല്ലോ ഈ മെഷീൻമേൽ, അതുപോലെ തന്നെയാണ് ഈ ഒരു ക്ലോത്തും പോകണില്ല. സ്റ്റിച്ച് ശരിക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പർ വെച്ച് അടിച്ചു. അപ്പോൾ സ്റ്റിച്ച് കറക്റ്റ് വന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. വീഡിയോ മനസ്സിലാവില്ലെങ്കിൽ ഞാൻ പറയുന്നതും വീഡിയോയും കൂടി കൂടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം.